മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തോടും പാടൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമുക്ക് തോന്നിയത് മീൻ പിടിക്കാമെന്ന്. അപ്പോൾ നമ്മൾ 3 സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് മീൻ പിടിക്കാൻ പോണത്. ഒന്ന് മണ്ണിര, പിന്നെ നമ്മളെ മൈദ ഉരുട്ടിയിട്ടുള്ള ഈ ഒരു മാവ് വെച്ചിട്ട്, അതുപോലെ തന്നെ നമ്മളുടെ നല്ല പിടക്കണ മീനിൻ്റെ കുടലുണ്ടല്ലോ, ആ ഒരു കുടലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ മീൻ പിടിക്കാൻ പോണത്. അപ്പോൾ നമ്മളുടെ നല്ല നീളമുള്ള വടയുടെ മുകളിൽ കങ്കൂസ് ചിരട് ചുറ്റിയിട്ട് അതിൻ്റെ എൻഡിൽ നമ്മൾ കുളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു കുളത്തിലേക്ക് ആദ്യം നമ്മൾ മൈദ ഉരുട്ടിയത് വെച്ചിട്ട് ഒരു പുഴുവിൻ്റെ പോലെ ആക്കിയിട്ട് വെച്ചിട്ട് നോക്കിയപ്പോൾ മീനൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മണ്ണിര തന്നെ വെച്ചിട്ട് പിന്നെയും കുറേ ടൈം വെച്ചപ്പോൾ നമുക്ക് മീൻ കിട്ടാൻ തുടങ്ങി. അപ്പോൾ മൈദ എന്ന് പറയുന്നൊരു ഫ്ലോപ്പാണ്, പക്ഷേ ചില സമയത്ത് അത് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് മണ്ണിരേനേയും അതുപോലെ തന്നെ ഈ ഒരു മീനിൻ്റെ കുടലും വെച്ചിട്ട് കുറേ അധികം മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടിയത് വെറും 3 മീനാണ്. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് കുറേ അധികം മീൻ കിട്ടി. കണ്ട ഇത്രയും വലുപ്പമുള്ള മീനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ണെന്ന് പറഞ്ഞ മീനും അതുപോലെ കല്ലുത്തി അങ്ങനത്തെ മീനുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു പാടത്തുള്ളത്. അപ്പോൾ ഇത് കുറച്ച് നാളായി മീനങ്ങനെ പിടിക്കണം എന്നിങ്ങനെ വിചാരിക്കണു, അപ്പോൾ പറ്റാറില്ല. അപ്പോൾ പിന്നെയും ആദ്യത്തെ 2-3 മീൻ കിട്ടിയപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് കൂടി. അങ്ങനെ കുറേ അധികം മീനിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മീൻ പിടിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നൊന്നും യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നാണ് തോന്നിയത് എല്ലാവർക്കും ഷെയർ ചെയ്യാമല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ എന്ന്. അപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുത്തത്. നല്ല മീൻ ഇങ്ങനെ പിടക്കണ മീൻ കണ്ടില്ലേ, അത് നമ്മൾ പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തപ്പോൾ പൂച്ച അത് കഴിക്കണില്ല കേട്ടോ. ജീവനുള്ള മീനെ കണ്ടപ്പോൾ പൂച്ച ഇങ്ങനെ ഇട്ട് നോക്കുക, എനിക്കെന്തിനാ ഈ മീൻ ഇട്ട് തന്നെന്നുള്ള രീതിയിൽ കണ്ടില്ലേ. ഇത് നമ്മളെ വീട്ടിലുള്ള പൂച്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ കണ്ടാവും ഇത്രയും മീനെ ഒരൊറ്റ ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടതിന് താങ്ക് യു.